ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളിൽ പല ആൾക്കാരും ഗെയിമിൽ പതിവായിട്ട് വരുത്തുന്ന 5ഓളം മേജർ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു 5 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഡിവിഷൻ പുഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവിഷനിലുള്ള നിങ്ങളുടെ മുന്നേറ്റത്തെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളതാണ്. സോ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോട്ട്. പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹരഹരം ഇത് തുടരും ഈ വേളയിൽ, പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ. സോ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ഡാഷ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചേക്കും. പലരുടെയും ധാരണയാണ് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം നല്ല സ്പീഡിൽ റൺ എടുത്താൽ മാത്രമേ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു അറ്റാക്കും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ ഓടണം, അല്ലെങ്കിൽ സ്പീഡിൽ തന്നെ ഗെയിം മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേങ്കിൽ മണ്ടത്തരമാണ്. നിങ്ങളുടെ പ്ലെയർക്ക് ബോൾ കൺട്രോളും കാര്യങ്ങളൊന്നും കിട്ടാതെ ഓപ്പൺ ടീം ഈസി ആയിട്ട് തന്നെ നിങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യും. അവരൊരു കൗണ്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യത്തിന് മാത്രമേ നിങ്ങളുടെ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യാവൂ. നിങ്ങൾ ഭൂരിഭാഗം ടൈമും ഡാഷ് ബട്ടൺ യൂസ് ചെയ്യാതെ വേണം പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ. നിങ്ങളുടെ മുന്നിൽ ഓപ്പോണന്റ് പ്ലേയേഴ്സ് ആരുമില്ല, നിങ്ങളൊരു പ്ലെയറിനെ ബീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ബീറ്റ് ചെയ്തു, അതിനുശേഷമാണ് നിങ്ങളൊരു റണ്ണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മുടെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വ്യാഴാഴ്ചയും തേഴ്സ്ഡേ നമുക്ക് ഒരു അപ്ഡേറ്റ് വരാറുണ്ടല്ലേ, അതിനുശേഷം നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഫോമിൽ തന്നെ ഒരു മാറ്റങ്ങൾ, ആ ഒരു വീക്ക് പ്ലേയേഴ്സ് കളിച്ചേക്കുന്ന ഫോമിൽ മാറ്റങ്ങൾ വരാറുണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പം ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം എല്ലാ എപ്പിക് പ്ലേയേഴ്സ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ബി ഫോം തന്നെ കിടക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഫീച്ചർഡ് കാർഡും അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ട്രെൻഡിങ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ABCD എന്നുള്ള രീതിയിൽ പ്ലേയേഴ്സിൻ്റെ ഫോം ഔട്ട് ആവുന്നതായിട്ടും അല്ലെങ്കിൽ ഫോം കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ പ്ലേയേഴ്സിന് ഈ ഒരു തേഴ്സ്ഡേ ഉള്ള അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ സ്ക്വാഡിൽ സബിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയിങ് 11-ലുള്ള പ്ലേയേഴ്സിന് ഈ ഫോം അല്ലെങ്കിൽ ഡി ഫോം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ABC ഓക്കെ ആണ്, A B ആണ് ഏറ്റവും ബെറ്റർ. എന്നാലും C ഫോമും നിങ്ങൾക്ക് കളിപ്പിക്കാം. ആ ഒരു പ്ലേയേഴ്സിന് നല്ല രീതിയിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഫോം കൂടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം കൂടുതലാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഡി ഫോമിൽ വരുന്ന പ്ലേയേഴ്സിനെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇതിലിപ്പം ഈ ഒരു പ്ലെയറെ നോക്കിക്കഴിഞ്ഞാൽ ഡി ഫോം ആണ്, ഈ ഒരു പ്ലെയർ ഈ ഒരു വീക്കിൽ ഒട്ടും കളിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചാലാണ് ഇതുപോലെ ഫോം ഔട്ട് ആവുന്നത്. സോ ആ രീതിയിലുള്ള പ്ലേയേഴ്സിനെ നിങ്ങൾ സ്ക്വാഡിൽ നിന്നും ആ ഒരു വീക്കെങ്കിലും എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണം. നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു കാരണവശാലും ഫോം ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെറബിൾ ഫോമുള്ള പ്ലേയേഴ്സിനൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ എപ്പോഴും ഉള്ളതാണ്, നമുക്കൊരു പ്ലെയറെ വളരെ ഇഷ്ടമാണ്, റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയർ എപ്പോഴും നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഫോം ആയാലും ഫോം ഇല്ലെങ്കിലും എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മളൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് പ്ലെയറിനെയും ഫാനും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ആ ഒരു പ്ലെയർക്ക് നമ്മുടെ ഈ ഫുട്ബോളിൽ ഫോം ഇല്ല, കളി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഫാനാണെങ്കിലും ആ ഒരു പ്ലെയറിനെ മാറ്റി നിർത്തണം. ആ ഒരു മാച്ചിൽ ആ ഒരു പ്ലെയറെ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ നമ്മുടെ മൂന്നാമത്തെ മിസ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രസ്സിംഗ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പ്ലേയേഴ്സിനെക്കൊണ്ടും ഇതുപോലെ ചാർജ് ചെയ്ത് പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡിഫൻസ്, പ്രത്യേകിച്ച് ക്വിക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് ലൈന് കംപ്ലീറ്റ് ആയിട്ട് ബീറ്റൺ ആവുകയും അവർ ഓപ്പോണൻറ്റ് നല്ല രീതിയിൽ ഗോളും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാരണവശാലും പ്രസ്സിംഗ് മാത്രം ചെയ്യാൻ പാടില്ല. ഏത് പ്ലെയർക്ക് ബോൾ കിട്ടിയാലും നിങ്ങൾ എല്ലാ പ്ലേയേഴ്സിനെ കൊണ്ടും, CB-നെ കൊണ്ടായിക്കോട്ടെ, DMF-നെ കൊണ്ടായിക്കോട്ടെ, ഇതുപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിഫൻസീവ് പ്ലേയേഴ്സ് ഔട്ട് ഓഫ് പൊസിഷൻ ആവുകയും നിങ്ങളുടെ ഡിഫൻസീവ് ലൈനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാരണവശാലും ഈ പറയുന്ന ഡിഫൻസീവ് പ്ലേയേഴ്സിനെ കൊണ്ട് കൂടുതലായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രസ് ചെയ്താൽ 100% ആ ഒരു ബോൾ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കേസിൽ മാത്രമേ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കളിക്കേണ്ടത് മാച്ചപ്പും പ്രസ്സിങ്ങും ഒരുപോലെ കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ കളിക്കേണ്ടത്. ആ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നിങ്ങൾ ശീലിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ 2 മിസ്റ്റേക്കുകൾ വരുന്നത് മാച്ചിൻ്റെ സെറ്റിംഗ്സ് തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് ടീമിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് മാച്ച് സപ്പോർട്ട് എന്ന് കാണാം. അത് എടുത്തു കഴിഞ്ഞാൽ ഓഫ് സൈഡ് ട്രാപ്പ് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓൺ ആയിരുന്നാൽ നിങ്ങളുടെ ഡിഫൻസ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കത്തില്ല, അവർ ഓട്ടോമാറ്റിക്കലായിട്ട് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ ഡിഫൻസീവ് ലൈനും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് ഡിഫൻസ് ലെവലും ഇതുപോലെ ഓഫ് ചെയ്തിടുക, സബ്സ്റ്റിറ്റ്യൂഷനും ഇതുപോലെ ഓഫ് ചെയ്ത് തന്നെ ഇടുക. നിങ്ങളുടെ ഗെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. ഒരു കാരണവശാലും ഈ ഒരു സെറ്റിംഗ്സ് ഒന്നും ഈ ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ ഒരു മിസ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സ് തന്നെയാണ്. ഇവിടെ വീണ്ടും നിങ്ങൾ ലോഗോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ മാച്ച് റോൾസ്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടായിട്ട് ഇതുപോലെ പ്ലേസ് ജോയിൻ ടു അറ്റാക്കിലും നിങ്ങൾ ആരെയും സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലെ ഹെഡിങ് എബിലിറ്റിയുള്ള
പ്ലേയേഴ്സിനെ നിങ്ങൾ ആഡ് ചെയ്യുക. കോർണർ കിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ആ ഒരു പ്ലെയർ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള എഡിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു CBനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ രണ്ടാമത്തെ പ്ലേസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരു CBനെയും നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു CB കോർണർ കിക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ പോസ്റ്റിലുള്ള ടൈമിൽ മറ്റൊരു CB നിങ്ങളുടെ ഡിഫൻസീവ് ലൈനിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് യാതൊരു കാരണവശാലും 2 CBനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു DMFനോ അല്ലെങ്കിൽ ഹെഡിങ് എബിലിറ്റിയുള്ള ബാക്കിയുള്ള പ്ലേസിനോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 3 പേരെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ക്യാപ്റ്റൻസി സ്കില്ല് ഇല്ലാത്ത പ്ലേസിന് ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലാനിൽ പോയിട്ട് ആർക്കാണോ ക്യാപ്റ്റൻസി സ്കില്ലുള്ളത് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ആരെയാണോ ആ ഒരു പ്ലെയറെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അതുപോലെ മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കോർണർ കിക്ക് എടുക്കുന്ന ടൈമിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ റൈറ്റ് ഫുട്ടുള്ള ഒരു പ്ലെയറേയും ഇവിടെ ഞാൻ ലയണൽ മെസ്സിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണ്. ഇവിടെ റൈറ്റ് ഫുട്ടിൽ ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള പ്ലെയറെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ഫുട്ടുള്ള ഒരു നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്ലെയറേയും നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗൈസ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഗെയിം പ്ലാനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലേയേഴ്സിന് ഏതൊക്കെ സ്കില്ല് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു പ്ലെയറെ കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ത്രൂ പാസിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയർക്ക് നിങ്ങൾ ത്രൂ പാസിംഗ് സ്കില്ല് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ മറ്റ് പ്ലേയേഴ്സിനും മറ്റുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങളൊരു വെയിറ്റ് പാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്കില്ലില്ലാത്ത പ്ലെയർ ആണെങ്കിൽ അത് ഓപ്പോണന്റ് ബീറ്റ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ പ്ലേയേഴ്സിന് ഏതൊക്കെ സ്കില്ലാണ് ഉള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് വേണം. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. ഗുഡ് ബൈ.